നമസ്കാരം. LDF സർക്കാർ 4ാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ വലിയ മാറ്റങ്ങളുമായാണ് മുന്നോട്ട് കുതിക്കുന്നത്. കഴിഞ്ഞ 8 വർഷം കൊണ്ട് കേരളത്തിന്റെ മുഖച്ഛായ തന്നെ മാറ്റിയ പദ്ധതികളാണ് LDF സർക്കാർ മുന്നോട്ട് വച്ചിരിക്കുന്നത്. 4ാം വർഷത്തിലേക്ക് കടക്കുകയാണെങ്കിലും തുടർഭരണത്തിന്റെ 9ാം വർഷത്തിലേക്കാണ് പിണറായി സർക്കാർ മുന്നേറുന്നത്. കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിന്റെ വികസന ക്ഷേമ പദ്ധതികളെല്ലാം എടുത്ത് പരിശോധിച്ചാൽ മറ്റ് ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് മാതൃകയാകുന്ന പദ്ധതികളാണ് നമ്മുടെ സർക്കാരിൻ്റേത്. ഇത് ഏറെ അഭിമാനകരമായ ഒരു നേട്ടം കൂടിയാണ്. 2016-ൽ LDF അധികാരത്തിലേറുന്ന സമയത്ത് കേരളത്തിന്റെ വികസന പദ്ധതികളെല്ലാം കുത്തഴിഞ്ഞ അവസ്ഥയിലായിരുന്നു അന്നുണ്ടായിരുന്നത്. വികസന പദ്ധതികളെല്ലാം താറുമാറായി കോട്ടം തട്ടുന്ന രീതിയിലായിരുന്നു എല്ലാ മേഖലകളും അപ്പോൾ നിലകൊണ്ടിരുന്നത്. അതിനെന്തെങ്കിലും ഒരു ചലനം സംഭവിച്ചത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വന്നപ്പോഴായിരുന്നു. UDF സർക്കാർ ഉണ്ടാക്കിവെച്ച എല്ലാ അഴിമതികളും പരിഹരിക്കുക എന്നത് ഇടതുപക്ഷ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഒരു വെല്ലുവിളി കൂടിയായിരുന്നു. UDF സർക്കാരിന്റെ അഴിമതിയും കൊള്ളയും കെടുകാര്യസ്ഥതയും കാരണം പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടേണ്ട അവസ്ഥകളും ആശുപത്രികളിൽ വേണ്ട സൗകര്യങ്ങൾ ഇല്ലാതെ പോയതും പാർപ്പിട പദ്ധതികളെല്ലാം നിലച്ചതും ക്ഷേമ പെൻഷനുകളെല്ലാം വൻ കുടിശ്ശികയായി തീർന്നതെല്ലാം കേരളത്തിലെ വികസന മേഖലകളെ താറുമാറാക്കിയിരുന്നു. ഇതെല്ലാം ശരിയാക്കുവാൻ വേണ്ടി LDF സർക്കാർ വിവിധ പദ്ധതികളാണ് നടപ്പിലാക്കിയത്. ഇതിൽ ആരംഭത്തിൽ സർക്കാർ കൊണ്ടുവന്ന പ്രധാന മാറ്റങ്ങളാണ് ഹരിത കേരള മിഷൻ, പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം, ആർദ്രം പദ്ധതി, ലൈഫ് മിഷൻ മുഖേന വീടില്ലാത്തവർക്ക് വീടുകൾ വെച്ചു കൊടുക്കുക എന്നിവ. ഇവയെല്ലാം തന്നെ സർക്കാർ നടപ്പിലാക്കുകയും അതിൽ ഇടതുപക്ഷ സർക്കാരിന് പൂർണ്ണമായ വിജയം കൈവരിക്കാൻ സാധിക്കുകയും ചെയ്തു. ഇന്ന് നമ്മൾ കാണുന്ന പൊതുവിദ്യാലയങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയരുന്നതിന് പ്രധാന കാരണം സർക്കാരിൻ്റെ വിദ്യാഭ്യാസ മേഖലകളിലെ ഉത്തരവാദിത്തപൂർണമായ പ്രവർത്തനങ്ങളാണ്. ഇപ്പോൾ നമ്മുടെ സർക്കാർ ആശുപത്രികളിൽ നോക്കിയാൽ തന്നെ നൂതന സൗകര്യങ്ങളെല്ലാം തന്നെ ലഭ്യമാണ്. മെഡിക്കൽ കോളേജുകളിൽ മാത്രം ലഭ്യമായിരുന്ന പല ചികിത്സകളും ഇന്ന് താലൂക്ക് തലം വരെയുള്ള ആശുപത്രികളിലും ലഭ്യമാണ്. ഇതിന്റെ മറ്റൊരു പ്രധാന പ്രത്യേകത സൗജന്യമായി തന്നെ ജനങ്ങൾക്ക് ഇതെല്ലാം ലഭ്യമാകുന്നു എന്നതാണ്. ദേശീയപാത വികസനം, ഗെയിൽ പൈപ്പ് ലൈൻ, പവർ ഹൈവേ, ദേശീയ ജലപാത, കൊച്ചി മെട്രോ, കൊച്ചി വാട്ടർ മെട്രോ തുടങ്ങി നിരവധി പദ്ധതികൾ ഇടതുപക്ഷ സർക്കാരിന്റെ വലിയ മുന്നേറ്റത്തിന് വഴിതെളിയിച്ചവയാണ്. അടിസ്ഥാന സൗകര്യ വികസന മേഖലയിലും ക്ഷേമ മേഖലയിലും നാം കൈവരിച്ച നേട്ടങ്ങളിൽ അടിസ്ഥാനപ്പെട്ടുകൊണ്ട് കേരളത്തെ വൈജ്ഞാനിക സമ്പദ് വ്യവസ്ഥയായി മാറ്റിയെടുക്കാനാണ് ഇന്ന് നമ്മുടെ ഇടതുപക്ഷ സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന വികസന പദ്ധതികൾ. ഇതിന്റെ ഭാഗമായി പല മേഖലകളിലുമുള്ള പോരായ്മകൾ നികത്തുന്നതിനും വിടവുകൾ ഇല്ലാതാക്കുന്നതിനും നമ്മൾ ഏറെ പ്രാധാന്യം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും ദാരിദ്ര്യം കുറഞ്ഞ സംസ്ഥാനമാണ് കേരളം. അവിടെ നിന്ന് ഒരു പടി കൂടി ഉയർന്ന് അതിദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിലേക്ക് നമ്മൾ ചുവടുവയ്ക്കുകയാണ്. 2025 നവംബർ 1 കേരളം അതിദരിദ്രരില്ലാത്ത സംസ്ഥാനമായി മാറും. ഭൂരഹിതരില്ലാത്ത കേരളം ലക്ഷ്യം വെച്ചുകൊണ്ട് 3.25 ലക്ഷത്തിലധികം പട്ടയങ്ങൾ ഇതിനോടകം കേരള സർക്കാർ വിതരണം ചെയ്തു കഴിഞ്ഞു. ആദിവാസികൾ അടക്കമുള്ള മാറ്റി നിർത്തപ്പെട്ടിരുന്ന ജനവിഭാഗങ്ങൾക്ക് ഭൂമി ലഭ്യമാക്കുന്നതിനുള്ള പ്രത്യേക പദ്ധതികളും ഇടതുപക്ഷ സർക്കാർ നടപ്പിലാക്കി വരികയാണ്. UDFന്റെ കാലത്ത് 10,177 തൊഴിൽ സംരംഭങ്ങൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. LDFന്റെ കാലത്ത് ഇന്നത് 30,176 ഉയർന്നിരിക്കുകയാണ്. UDFന്റെ കാലത്ത് 8 പൊതുമേഖലാ സ്ഥാപനങ്ങൾ മാത്രമാണ് ലാഭത്തിലായിരുന്നത്. LDFന്റെ കാലത്ത് ഇന്നത് 17 ഉയർന്നിരിക്കുന്നു. കാർഷിക മേഖലയിൽ മൂല്യവർദ്ധനവിന് പ്രാധാന്യം നൽകിയുള്ള പ്രവർത്തനങ്ങളാണ് ഇടതുപക്ഷ സർക്കാർ ഏറ്റെടുക്കുന്നത്. കാർഷിക മേഖലയിൽ സഹകരണ ഇടപെടലിനായി ആവിഷ്കരിച്ച കോഓപ്പറേറ്റീവ് ഇന്റർവെൻഷൻ ഇൻ ടെക്നോളജി ഡ്രിവൺ അഗ്രികൾച്ചർ എന്ന പദ്ധതിക്കായി 21 കോടി രൂപ നീക്കിവെച്ചിരുന്നു. ഇതിന്റെ ഭാഗമായി 10ഓളം സഹകരണ സംഘങ്ങളാണ് കാർഷിക വിപണന മേഖലയിലേക്ക് തങ്ങളുടെ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിച്ചത്. ഈ പദ്ധതിക്കായി ഈ സാമ്പത്തിക വർഷം 35 കോടി രൂപ സർക്കാർ നീക്കിവെച്ചിട്ടുണ്ട്. ദേശീയ തലത്തിൽ നോക്കുമ്പോൾ സംസ്ഥാനങ്ങളുടെ ശരാശരി റവന്യൂ വരുമാനം കണക്കാക്കിയാൽ അതിന്റെ 45% കേന്ദ്ര വിഹിതത്തിൻ്റെതാണ്. നമ്മുടേത് 34% അടുത്ത് മാത്രമാണ്. ഈ സാമ്പത്തിക വർഷം അത് 30% താഴെ എത്തുമെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. ഈ കഷ്ടപ്പാടുകളെല്ലാം അതിജീവിച്ചുകൊണ്ട് നാം മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. വികസന പ്രവർത്തനങ്ങളുടെ ആനുകൂല്യങ്ങൾ എല്ലാവരിലേക്കും എത്തിക്കുകയും ചെയ്യും. ക്ഷേമ പദ്ധതികൾ അർഹതപ്പെട്ടവർക്കെല്ലാം ലഭ്യമാക്കും. അതിനുതകുന്ന വിധം സംസ്ഥാനത്തിന്റെ സമ്പദ് വ്യവസ്ഥയാകെ മുന്നേറ്റത്തിന്റെ പാതയിലേക്ക് നയിച്ചുകൊണ്ട് നവകേരളം യാഥാർത്ഥ്യമാക്കാനുള്ള പ്രവർത്തനങ്ങളാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായിക്കൊണ്ടിരിക്കുന്നത്.